പിന്നെ രമ്യയും അമ്മയും കൂടി ഹോസ്പിറ്റലിലെത്തി ആരെ വിളിച്ച് ചോദിക്കും എവിടെയാണെന്ന്. അവൾ കാഷ്വാലിറ്റി ചോദിച്ചു. രവി എന്നോ പേരുള്ള ഒരാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ കാഷ്വാലിറ്റിയിലിരുന്ന പെൺകുട്ടി പറഞ്ഞു ഉണ്ട്. അങ്ങനെ സെക്കൻഡ് ഫ്ലോറാണെന്ന് പറഞ്ഞു. അമ്മയും രമ്യയും കൂടി മുകളിലേക്ക് പോയി. ആ സമയം അത്രയും മനോജ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ നൈസിന് ഫോൺ എടുത്തു. അമ്മ ശ്രദ്ധിക്കുന്നേയില്ല. അമ്മയുടെ മനസ്സും ചിന്തയും മൊത്തം രവിയിലായിരുന്നു. പറയടാ, എന്തായി? ഞാൻ രണ്ടാമത്തെ നിലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അവൾ ആദ്യയോടെ പറഞ്ഞു. അമ്മയ്ക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ടെൻഷൻ. ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട്, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, അവൻ പറഞ്ഞു. ഞാൻ എന്തായാലും മുകളിലോട്ട് ചെല്ലുന്ന രവിയേട്ടൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കണേ നീ, മനോജ് പറഞ്ഞു. ഓക്കെ, വിളിക്കാം. അവൾ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ രവിയെ കാണാനായിട്ട് അവർ ഓടിച്ചെന്നു. കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പോൾ കാണാൻ പറ്റില്ല, കുറച്ച് സമയം കഴിയണം. വണ്ടി നിയന്ത്രണം വിട്ട് ചെന്ന് മറിഞ്ഞതാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. നട്ടലിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു പരിക്കുണ്ട്. പിന്നെ ചെറിയൊരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടതും അമ്മ ആർത്തലച്ച് കരയാൻ തുടങ്ങി. അമ്മ ഒന്ന് സമാധാനപ്പെട്, രമ്യ ആശ്വസിപ്പിച്ചു. ഓപ്പറേഷൻ ചെയ്താൽ മാറാവുന്നതല്ലേ ഉള്ളൂ. രവിയേട്ടന് വേറൊന്നും സംഭവിച്ചില്ലല്ലോ. അമ്മ ഇങ്ങനെ കരഞ്ഞ് രവിയേട്ടൻ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇരട്ടി അദ്ദേഹത്തിന് പ്രശ്നമാവും, രമ്യ പറഞ്ഞു. പിന്നെ അമ്മ കരച്ചിലൊതുക്കി. അമ്മയ്ക്ക് എങ്ങനെയും രവിയെ ഒന്ന് കാണണം, അത്രയുള്ളായിരുന്നു അമ്മയുടെ ആഗ്രഹം. അങ്ങനെ കുറച്ച് നേരത്തെ റിക്വസ്റ്റിന് ശേഷം രവിയെ കാണാൻ അനുവദിച്ചു. അമ്മയ്ക്കും ഭാര്യയ്ക്കും കാണാമെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആവശ്യം അമ്മയ്ക്കാണെന്ന് രമ്യയ്ക്ക് തോന്നി. തനിക്ക് കാണാൻ വലിയ ആഗ്രഹം എന്തുകൊണ്ട് വന്നില്ല എന്ന് അവൾ സ്വയം അതിശയിച്ചു. അങ്ങനെ അമ്മയും രമ്യയും കൂടെ കയറി രവിയെ കണ്ടു. രവിക്ക് നല്ല ബോധമുണ്ടായിരുന്നില്ല. പകുതി കണ്ണുകളടഞ്ഞ രീതിയിൽ മയക്കത്തിലായിരുന്നു. അമ്മ ഓടിച്ചെന്നു അവനെ കെട്ടിപ്പിടിക്കാനും കരയാനും തുടങ്ങി. സിസ്റ്റർമാർ പിറകി വന്ന് പറഞ്ഞു, ദേവി ഇത് രോഗിയെ ശല്യപ്പെടുത്തരുത്, അദ്ദേഹം മയക്കത്തിലാണ്. നന്നായിട്ട് നോർമലായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വിളിച്ച് കാണിക്കാം. അമ്മ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും രമ്യ അമ്മയും കൊണ്ട് വെളിയിലിറങ്ങി. അമ്മ എന്തൊരു പണിയാണ് കാണിക്കുന്നത്? അദ്ദേഹം വയ്യാതെ കിടക്കുമല്ലോ, ഇങ്ങനെ നടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസുഖം ഭേദമാവോ? അമ്മ വല്ലാണ്ട് ഇങ്ങനെ ആവരുത്. അവൾക്ക് ദേഷ്യം വന്നു. അമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ കിടക്കുന്നത് എൻ്റെ മരുമോനല്ലടി, എൻ്റെ മോൻ തന്നെയാണ്. നിനക്കതിൻ്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എൻ്റെ കുഞ്ഞങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ കരയാതിരിക്കാനാവോ? അമ്മ വീണ്ടും അവളോട് തർക്കിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ എങ്കിൽ കിടന്ന് കരഞ്ഞോ, അവൾ പറഞ്ഞു. കുറച്ചു നേരം അവിടെ ഇരുന്നു. രമ്യയ്ക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പൊക്കോളാൻ വയ്യാത്ത വെപ്രാളമായിരുന്നു. അമ്മയ്ക്ക് അവിടെ തന്നെ മോനെയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുള്ളൂ എന്നുള്ള വാശി. രമ്യ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് വെള്ളം വല്ലതും വേണോ? ഞാൻ താഴെ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. എനിക്കൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു തുള്ളി വെള്ളം പോലും ഇറങ്ങത്തില്ല. എങ്കിൽ അമ്മ അവിടെ ഇരുന്നോ, എനിക്ക് ഇച്ചിരി വെള്ളം എന്തെങ്കിലും കുടിക്കണം. ഞാൻ താഴോട്ട് പോവുമോ? വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, അമ്മ പറഞ്ഞു. അവൾ വെള്ളം കുടിക്കാനായിരുന്നില്ല പോയത്. മനോജ് താഴെയുണ്ട്. അവനെ കണ്ടോളാൻ വയ്യാത്ത വെപ്രാളത്തിലാണ് പോയത്. മനോജിനോട് പറഞ്ഞു, മനോജ് നീ ക്യാൻറ്റീനിലോട്ട് വാ, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ക്യാൻറ്റീനിൽ പോയി രണ്ടുപേരും ചായയും കുടിച്ച് പഴംപൊരിയും കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ രവിയുടെ അവസ്ഥ മനോജിനോട് പറയുന്നുണ്ടായിരുന്നു. നട്ടലിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. കുറച്ച് നാൾ റെസ്റ്റ് എടുക്കേണ്ട വരുമെന്നും പറയുന്നു. നീ എന്താവോ എന്തോ അവസ്ഥകളൊക്കെ, അവൾ പറഞ്ഞു. എന്തായാലും എന്തുവാ, അദ്ദേഹം അവിടെ കിടക്കട്ടെ. നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്യ്. പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റും, എനിക്ക് പഠിക്കാൻ പോകണ്ടേ, അവൾ പറഞ്ഞു. നിന്നെ പഠിക്കാൻ വിടുമോ ഇനി? പിന്നെ ആരാ പിടിച്ചു നിർത്താൻ പോണേ? അദ്ദേഹത്തിന് വയ്യെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ പഠിപ്പ് മുടക്കാൻ പറ്റുമോ, അവൾ പറഞ്ഞു. അവൾ ഒരുപാട് മാറിപ്പോയിരുന്നു. മനോജിനെ കണ്ടതിന് ശേഷം രവിയോട് യാതൊരുവിധ ആത്മാർത്ഥതയും സ്നേഹവും അവൾക്ക് തോന്നുന്നതേയില്ലായിരുന്നു. രവി തനിക്കൊരു ബാധ്യതയാകുമോ എന്നതായിരുന്നു ഇപ്പോഴത്തെ അവളുടെ ചിന്ത. നട്ടലിന് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കുറച്ചുനാൾ കിടക്കേണ്ടി വരും. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് ഒരാളുടെ ഹെൽപ്പ് വേണം. ഇനി അതിനൊക്കെ തന്നെ വിളിക്കൂ എന്നായിരുന്നു അവളുടെ ചിന്ത. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. കൊച്ചിനെയും പഠിത്തവും എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് നോക്കാനും കൂടി ആരെങ്കിലും ഹോം നേഴ്സിനെ വയ്ക്കാൻ അമ്മയോടോ രവിയേട്ടനോടോ പറയാം. എനിക്ക് പറ്റില്ല, ഒന്നാമത് എനിക്ക് വയ്യ, അവൾ പറഞ്ഞു. രവിയെ പാടെ ഉപേക്ഷിച്ച മട്ടായിരുന്നു. വയ്യാതെയും കൂടെ ആയപ്പോഴത്തേക്ക് കുറേ കൂടി അവൾക്ക് ഒഴിവാക്കുന്ന ഒരു രീതിയായി.
അവൾ എന്താണ് ഇങ്ങനെയെന്ന് അവൾക്കൊരു ബോധവുമില്ലായിരുന്നു. ആ കിടക്കുന്നത് തൻ്റെ ഭർത്താവാണെന്നോ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നോ ഒരു ചിന്ത പോലും ഇല്ലാതെയായിരുന്നു അവളുടെ തുടർന്നുള്ള വർത്താനവും പെരുമാറ്റവും ഒക്കെ. അങ്ങനെ കുറച്ചു നേരം മനോജിനോടൊപ്പം സല്ലപിച്ചിരുന്നു. മനോജിനോട് ചേർന്നിരുന്ന് മനോജിൻ്റെ മുഖത്തോട്ട് നോക്കി, മനോജിൻ്റെ കണ്ണുകളിലേക്കൊക്കെ നോക്കി തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച്. അവൾക്ക് എഴുന്നേൽക്കാൻ തന്നെ മനസ്സില്ലായിരുന്നു. അമ്മ തിരക്കി ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട് അവൾ പോകാൻ പോയി. മനോജ്, ഞാൻ മുകളിലോട്ട് പോട്ടെ? നീ ഇവിടെ തന്നെ കാണുമല്ലോ. ഞാനിവിടെ തന്നെ കാണും. നിനക്ക് ഇടയ്ക്ക് താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാൻ വരും, അവൻ പറഞ്ഞു. അങ്ങനെ അവൾ മുകളിലേക്ക് ചെന്നു. അമ്മ ആ ഒരു ഇരിപ്പിരിക്കുകയാണ്. അമ്മയ്ക്ക് വെള്ളമൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട. നീ എന്തായാലും വെള്ളമൊക്കെ കുടിച്ച് കഴിച്ചല്ലോ. നീ നിൻ്റെ കാര്യങ്ങൾ നോക്ക്, അമ്മ പറഞ്ഞു. കൊച്ചിനെ വല്ലയിടത്തും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് വിളിച്ച് ചോദിക്കണമെന്നോ ഒന്നും ഒരു ബോധവും ഇല്ല. അമ്മ വീണ്ടും പ്രശ്നം തുടങ്ങി. അവൾ അപ്പോൾ തന്നെ കുഞ്ഞിനെ ഏൽപ്പിച്ച ആൻറ്റിയെ വിളിച്ചു. ആൻറ്റി ചോദിച്ചു, എന്തായി? രവിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ നട്ടലിന് ചെറിയ പ്രശ്നമുണ്ട്, കുറച്ച് നാളെ റെസ്റ്റൊക്കെ എടുക്കണം. കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം നിർബന്ധമായിരുന്നു, പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഉറക്കി. ഞങ്ങൾ രാവിലെ അങ്ങ് എത്തും, ആൻറ്റിയോട് അവൾ പറഞ്ഞു. ശരി മോളെ എന്നാ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അവർ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വിളിക്കത്തില്ലേ? അവൾക്ക് ദേഷ്യം വന്നു. അവരിങ്ങോട്ടാണോ വിളിക്കേണ്ടത്? നീയല്ലേ അവൻ്റെ അമ്മ, നീ അങ്ങോട്ടല്ലേ വിളിക്കേണ്ടത്? ഈയിടെയായിട്ട് നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പഠിക്കാൻ പോയതിന് ശേഷം തൊട്ടാണ് നിനക്ക് ഈ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. ഭർത്താവിനോടും കൊച്ചിനോടൊന്നും ഒരു സ്നേഹവും ഇല്ല, സ്വന്തം കാര്യം മാത്രം അങ്ങ് ഇതാക്കി നടക്കുവാണ്. അമ്മ ഭയങ്കരമായിട്ട് ദേഷിച്ച് സംസാരിച്ചു. അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് തോന്നിയത്. അമ്മ ഇവിടെ കിടന്ന് കൂടുതൽ സംസാരിച്ചാൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകും, അവൾ പറഞ്ഞു. പിന്നെ അമ്മ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ നേരം വെളുക്കുന്നിടം വരെ ആ ഒരു ഇരിപ്പിരുന്നു. ഇടയ്ക്ക് 1-2 വട്ടം അവൾ താഴോട്ട് പോയി മനോജിനെ കണ്ടു, തിരിച്ചു വന്നു. അങ്ങനെ നേരം വെളുത്തു. എനിക്ക് വീട്ടിൽ പോകണം അമ്മ, കുളിച്ച് ഫ്രഷായിട്ട് വരാം. അമ്മ വരുന്നില്ലേ? അവരൊന്നും മിണ്ടിയില്ല. അവർ ഡോക്ടറിനെ കണ്ട് ചോദിച്ചു, വീട്ടിലൊന്ന് പോയി ഫ്രഷായിട്ട് വരട്ടെ? അതിനെന്താ, 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഡോക്ടർ നോക്കും, എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് പറയും. ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കയറി കാണുകയും എല്ലാം ചെയ്യാം. പിന്നെ ഓപ്പറേഷൻ നമുക്ക് ഉടനെ നടത്തണം. അതിന് കുറച്ച് എമൗണ്ട് ആവശ്യമായിട്ട് വരും. എത്ര എമൗണ്ട് ആയാലും കുഴപ്പമില്ല, എൻ്റെ വസ്തുവും വീടും വിറ്റിട്ടാണെങ്കിലും ഞാൻ അവന് വേണ്ടുന്ന എല്ലാം ചെയ്യും, അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. അമ്മ സമാധാനപ്പെടും, നമുക്ക് ഓക്കെ ആക്കാം എല്ലാം. പഴയ രവിയൊക്കെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും, ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് പുറപ്പെട്ടു. കുളിച്ച് ഫ്രഷായി അവൾ കുഞ്ഞിനെ പോയി എടുത്ത് കുഞ്ഞുമായിട്ട് കളിയും ചിരിയുമായിട്ട് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. അമ്മ ചോദിച്ചു, നീ വരുന്നില്ലേ ഹോസ്പിറ്റലിൽ? ഞാനങ്ങും വരുന്നില്ല, അമ്മ പോയിട്ട് വാ. അവർക്ക് എന്തെന്നില്ലാത്ത അതിശയം തോന്നി. അവളുടെ ഭർത്താവല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, എന്തൊരു പെണ്ണാണെന്ന് അവർ അതിശയത്തോടെ ചിന്തിച്ചു. അങ്ങനെ അവർ മാത്രമായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. രമ്യ കുഞ്ഞുമായി വീട്ടിലൊറ്റയ്ക്കും. പിന്നീടുള്ള കഥ അടുത്ത എപ്പിസോഡിൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് അടുത്ത സ്റ്റോറിയിൽ കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.